ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനില്ലത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഇന്നലെ നൈറ്റാണ് ഞാൻ അവിടെ വന്നത്. ഞാൻ വന്നത് എന്താ വെച്ചാൽ നമ്മളൊരു മലയാളീൻ്റെ കൂടെ വന്നതാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ പള്ളി. മലയാളികൾ ഉണ്ടാക്കി കൊടുക്കുന്ന പുതിയ പള്ളിയാണ്. അപ്പോൾ എൻ്റെ പെരുന്നാൾ, വലിയ പെരുന്നാൾ ഇവിടെയാണ് ഈ പ്രാവശ്യം. ഒരു എക്സ്പീരിയൻസ് അല്ല, യാത്രയിൽ കിട്ടുന്ന എക്സ്പീരിയൻസാണ്. ഇതാണ് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ കൃഷികളൊക്കെ. ഇവിടെ ഏരക്കാണ് ഇവിടെ പെരുന്നാൾ നിസ്കാരം. ഞാനിവിടെ വന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും നമ്മൾ ഒലിയത്ത് അറിവ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ മലയാളികൾ സ്പോൺസർ ചെയ്ത് ഇവിടെ എന്ത് ചെയ്യും, ഒലിയത്ത് വാങ്ങിക്കൊടുക്കും. അപ്പോൾ അത് നോക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. നമ്മുടെ പല സംഘടനകളുടെ ആൾക്കാരുണ്ടാവും. അങ്ങനെ നമ്മൾ മർക്കസിൻ്റെ കീഴിൽ ഒരാളെ കൂടെ വന്നിരിക്കണത് ഇവിടെ. അപ്പം ഞങ്ങൾ ഇവിടെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടുത്തെ വലിയ പെരുന്നാളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുള്ളൂ. ഇതാണ് പള്ളി, ഇവിടെയാണ്. സാധാരണ ഞാൻ നാട്ടിൽ നല്ല തുണി കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ പള്ളിയിൽ പോയി പിന്നെ പെട്ടെന്ന് വന്ന് ബിരിയാണി കഴിക്കുന്ന ആളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് എങ്ങനെ പറയും, ഗ്രാമത്തിലൊരു പള്ളി, ചെറിയൊരു പള്ളി ഷെഡിട്ട് ആ പള്ളിയിൽ നിസ്കരിച്ച് ഇൻഷാ അല്ലാഹ് അറിവൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങണം. ഇതൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ലൈഫിൽ കിട്ടുന്ന ഓരോരോ എക്സ്പീരിയൻസുകളാണ്. ഞങ്ങളവിടുന്ന് പള്ളിയിൽ നിന്നൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ്, പെരുന്നാൾ നിസ്കാരം പള്ളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വീട്ടിലേക്ക് വന്നാണ് ഫുഡ് കഴിക്കാൻ. സോലിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പെരുന്നാൾ. ഫുഡ് കഴിക്കാൻ ഇരുത്താണ് ഒരു ഗ്രാമത്തിൽ. ഇതാണ് ഗ്രാമത്തിലെ കിച്ചൺ, ഗേറ്റ്. എന്ത് സാധനം? ഒരു പരിപാടി ഇല്ലാതെ ഇതാണ് ഞങ്ങളെ പെരുന്നാൾ. ഇങ്ങനെ പോണതാ, ഇവതെങ്ങനെ പോണതാ. ഇതാണ് പരിപാടി. ഒരു പരിപാടിയില്ല പെരുന്നാൾക്ക്. വട അടിക്കുക, അതിൻ്റെ അടി പോയി ചൗമീൻ കഴിച്ച്. ഇതാണ് അവസ്ഥ. വെയിൽ പറ. വെസ്റ്റ് ബംഗാളിൻ്റെ ഗ്രാമത്തിലൂടെ പോവാണ്. ഫുള്ള് മാങ്ങയാണ് ഇവിടെ. ഇവർക്കൊന്നും മാങ്ങ വേണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഇയാളിൽ തിരഞ്ഞ് നമ്മൾ നടക്കുന്നത്. നമ്മൾ അറിവിൻ്റെ പോക്കാണ്. ഇതാണ് നമ്മളെ പശു ഗ്രാമങ്ങൾ. അറിവിന് പോകണം, അറിവിന് ഇന്നത് സംഭവം ഗ്രാമങ്ങളുണ്ടാണ്. ഇതാട്ടോ ഇവിടുത്തെ വർക്കാല സെറ്റപ്പ്. അങ്ങനെ വീണ്ടും ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. ഇവിടുത്തെ അറിവൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാല പ്ലാനിങ്ങില്ല. അങ്ങനെ ഫുഡ് കഴിക്കാല പരിപാടിയാണ്. ഇവിടുത്തെ ചെക്കനാണ്, ഇവിടെയാണ് ഫുഡ് വിളമ്പുന്നത്. സോലി ചെയ്ത് ഇതായിട്ട് ഫുഡ്. ഇത് മട്ടനാണ്, നല്ല ഫ്രഷ് മട്ടൻ, ചോറും. ഞങ്ങൾ അടുത്ത അറിവിലൊന്നാണ്. അപ്പം ഒരാൾ നമ്മളെ വീട്ടിലിരിക്കാൻ പറഞ്ഞു. ഇവരെ വീട്ടിലെ പ്രത്യേകത നോക്കിയാൽ ഇവരെ സീലിൽ നട്ടത്. ഞങ്ങളിപ്പോൾ ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. 2 അറിവ് കഴിഞ്ഞു. ഇനി ഞാനാണ് ഇറക്കാൻ പോകുന്നത്. ഞങ്ങൾ വണ്ടി കിട്ടി ഇവിടെ, ഗ്ലാമർ വണ്ടി. അത് വിടുന്നത് സോലിയാണ്. അതാണ് ഈ മുന്നിൽ പോകുന്നുണ്ട്. ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലാണുള്ളത്. ഇതിങ്ങനെ ഒരു കൂട്ടുകുടുംബമാണ് സംഭവം. ഇതൊക്കെ പഴയ മണ്ണിട്ട് വീടുകളൊക്കെ എപ്പോഴും ഉണ്ട് ഇവിടെ. ഒരു ഗ്രാമത്തിലാണ് ആൾ കേട്ടോ, ആളെ വീട്ടിലാണ്. ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തിയപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പാവപ്പെട്ട വീടുകളാണ്. ഇവരെ വീടാണ് ഇതൊക്കെ. പക്ഷേ നല്ല കാക്കട്ടെ, ഒരു കുക്ക് ചെയ്യാൻ നോക്കി. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് വെസ്റ്റ് ബംഗാളിൻ്റെ ഏതോ ഒരു സ്ഥലം. ഇവിടെ പെരുന്നാളിന് ഫുൾ തിരക്കാണ് ടൗണിലൊക്കെ. ഞങ്ങൾക്ക് ഇനി നാടുകളും അറിവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ബാക്കി നാളെ വീഡിയോകൾ ഞാൻ കാണിച്ചു തരാം. നാളെ മറ്റന്നാൾ എന്താ പരിപാടി. ഓക്കെ, ബൈ.